വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ്. എനിക്ക് ഈ അസുഖങ്ങൾ ഉള്ളത് കാരണം എവിടെയും എത്താൻ കഴിയില്ല. എൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കൊക്കെ പ്രചോദനമാകുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വെറും കഥയല്ല, റിയൽ സ്റ്റോറി. അത് വേറാരുടെയുമല്ല, ആത്മാർത്ഥത കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും ആരാധകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ CR7 ദ ലെജൻഡ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. നിങ്ങൾ ഫുട്ബോൾ കാണാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ കഥ നിങ്ങളെ അദ്ദേഹത്തിൻ്റെ ആരാധകനാക്കും. അപ്പോൾ വെൽക്കം ടു ആദിഷ് ഗാലറി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർത്തും ദരിദ്ര കുടുംബത്തിൽ ജനിച്ച 15-ാം വയസ്സിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കാരണം ഇനി ഒരിക്കലും കളിക്കാൻ സാധിക്കില്ലെന്ന് ഡോക്ടർ വിധി എഴുതിയ, എന്നാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഫുട്ബോൾ പ്ലെയറാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. പോർച്ചുഗലിലെ ഫഞ്ചലിലെ മഡേര ദ്വീപിലെ കൊടിയ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് ക്രിസ്റ്റിയാനോ ജനിച്ചത്. അച്ഛൻ മുഴുകുടിയനായിരുന്നു. അദ്ദേഹം സമ്പാദിക്കുന്നതൊക്കെ കുടിക്കാനായി ചെലവാക്കും. അമ്മ വീട്ടുപണിയും ക്ലീനിങ് ജോലിയുമൊക്കെ ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്. 4ാമത്തെ പുത്രനാണ് ക്രിസ്റ്റിയാനോ. ക്രിസ്റ്റിയാനോയുടെ അമ്മ 4ാമതും പ്രഗ്നൻ്റായ സമയത്ത് ഒരു കുട്ടിയെ കൂടി പോറ്റാൻ ഇനി കഴിയില്ലെന്നോർത്ത് ആ അമ്മ പലതവണ ചൂട് ബിയർ കുടിച്ച് ഈ കുട്ടിയെ ഇല്ലാതാക്കുവാൻ നോക്കി. എന്നാൽ വിധിയെ തോൽപ്പിച്ചുകൊണ്ട് 1985 ഫെബ്രുവരി 5-ന് അവൻ ജനിച്ചു. റൊണാൾഡോ റീഗൻ എന്ന ആക്ടറിൻ്റെ കടുത്ത ആരാധകനായിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവന് പേരിട്ടു ക്രിസ്റ്റിയാനോ റൊണാൾഡോ. ചെറുപ്പകാലത്തെക്കുറിച്ച് റൊണാൾഡോ പറയുന്നത് ഇങ്ങനെ: ഞങ്ങൾ വളരെ ദരിദ്രരായിരുന്നു. കളിക്കാൻ കളിപ്പാട്ടങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഒരു കുട്ടി തനിക്ക് കളിക്കാൻ ഇന്നേ വരെ ഒരു കളിപ്പാട്ടം പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ അവിടുത്തെ അവസ്ഥ. മറ്റുള്ള കുട്ടികൾ കളിപ്പാട്ടങ്ങൾ മറ്റും വെച്ച് കളിക്കുമ്പോൾ വീട്ടിൽ ഭക്ഷണം പോലും ഇല്ലാതെ വിഷമിച്ചിരുന്ന ഒരു കുട്ടി, അത്രയും ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയായിരുന്നു അവരുടേത്. ഒഴിവ് സമയങ്ങളിലെല്ലാം ഫുട്ബോളിനെ കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത. പതിയെ പതിയെ ക്രിസ്റ്റിയാനോക്ക് അത് ഒരു ആവേശമായി മാറി. ക്ലാസ് സമയങ്ങളിൽ ടീച്ചറുടെ കണ്ണ് വെട്ടിച്ച് ഫുട്ബോൾ കളിക്കും. ഇത് ഏറ്റവും മോശം വിദ്യാർത്ഥി എന്ന പേര് ക്രിസ്റ്റിയാനോക്ക് ചാർത്തിക്കൊടുത്തു. ഫുട്ബോൾ തൻ്റെ പാഷനാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഫുട്ബോളിനെ മാറ്റി നിർത്തിയില്ല. 8-ാം വയസ്സിൽ ലോക്കൽ ക്ലബ്ബിൽ കളിച്ചു തുടങ്ങിയതോടെയാണ് ഫുട്ബോൾ ലൈഫ് ആരംഭിക്കുന്നത്. മറ്റുള്ളവരെക്കാൾ കഠിനമായ രീതിയിൽ റൊണാൾഡോ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. 10-ാം വയസ്സിൽ നാക്കിയോണൽ ക്ലബ്ബിലേക്കും തുടർന്ന് 12-ാം വയസ്സിൽ ലിസ്ബൺ പോർച്ചുഗൽ എന്ന ക്ലബ്ബിലേക്കും ക്രിസ്റ്റിയാനോയെ തിരഞ്ഞെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ്റ്റിയാനോ. അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ട് ആളുകൾ കളിയാക്കുമായിരുന്നു. ഫുട്ബോളിൽ അധികം ഭാവി ഇവന് ഉണ്ടാവില്ല, കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാമിനയുള്ള കളിയല്ലേ. ഇവന് ശരീരം പോലും ചെറുപ്പത്തിലില്ലായിരുന്നു, കാരണം വീട്ടിൽ അത്രയും പട്ടിണിയായിരുന്നു. പക്ഷേ ക്രിസ്റ്റിയാനോ ഇതിനൊക്കെ മറുപടി കൊടുത്തത് കാൽപന്ത് തട്ടിക്കൊണ്ടായിരുന്നു. അത്രയ്ക്ക് ഫുട്ബോളിനോട് ഭ്രമമായിരുന്നു ക്രിസ്റ്റിയാനോക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ 15-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഹൃദ്രോഗം ബാധിക്കുന്നത്. ഇനി ഒരിക്കലും കളിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ വിധിയെഴുതി. ലിസ്ബൺ പോർച്ചുഗൽ ക്ലബ് അവരുടെ സ്വന്തം ചെലവിൽ ലേസർ ശസ്ത്രക്രിയക്ക് ക്രിസ്റ്റിയാനോനെ വിധേയനാക്കി. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിൽ കിടന്നപ്പോൾ ക്രിസ്റ്റിയാനോ വിചാരിച്ചിട്ടുണ്ടാവില്ല താനാകും ഭാവിയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഫുട്ബോൾ പ്ലെയർ എന്ന്. ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും കൂടുതൽ കാലമൊന്നും റെസ്റ്റ് എടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ബൂട്ടുമണിഞ്ഞ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ യുഗം ആയിരുന്നു. ഫിലിംസിന് ഓസ്കാർ കൊടുക്കുന്നത് പോലെ ഫുട്ബോളിലെ ഓസ്കാർ എന്ന് പറയുന്നതാണ് ബലോൺ ഡി അവാർഡ്. അത് 5 തവണയാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ സ്വന്തമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ കളി ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലായിരിക്കും. ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ട്. പക്ഷേ റൊണാൾഡോ എന്ന വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ കടുത്ത ആരാധകനായി ആരും മാറും. അങ്ങനത്തെ സമീപനമാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരോടും സമൂഹത്തോടും ഉള്ളത്. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാം. എന്നാൽ അദ്ദേഹം ആത്മാർത്ഥമായി തന്നെ മറ്റുള്ളവരെ സഹായിക്കുകയും സഹജീവികളെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്.
ഒരുപാട് സംഘടനകളുടെ അംബാസിഡറായ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സേവ് ദ ചിൽഡ്രൻ, വേൾഡ് വിഷൻ എന്നീ സംഘടനകളുടെയും അതുപോലെ യൂണിസെഫിൻ്റെയും അംബാസിഡറായി വർക്ക് ചെയ്യുന്നുണ്ട്. 2011 കിട്ടിയ ഗോൾഡൻ ബൂട്ട് ലേലത്തിനു വെക്കുകയും അതിൽ നിന്നും ലഭിച്ച 1.2 മില്യൺ പൗണ്ട് അദ്ദേഹം ചെലവാക്കിയത് പാലസ്തീനിൽ കഷ്ടപ്പെടുന്ന ഗാസയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ 2013 ബാലൻഡിയർ ലേലത്തിന് വെക്കുകയും അതിൽ നിന്നും ലഭിച്ച 5,30,000 പൗണ്ട് രോഗികളായ കുട്ടികളെ ചികിത്സിക്കുന്ന മാക്യവിഷ് എന്ന സംഘടനയ്ക്ക് കൊടുക്കുകയും ചെയ്തത്. കഠിനാധ്വാനം കൊണ്ട് പലതും കാൽക്കീഴിലാക്കാം എന്ന് കാട്ടിത്തന്ന മഹാൻ, അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ശരീരം ദേവാലയം പോലെ സൂക്ഷിക്കുന്ന അദ്ദേഹം കുട്ടികൾക്കു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ അംബാസിഡറാണ്. തനിക്ക് കിട്ടുന്ന ബോണസ് പോലും താൻ അംബാസിഡറായ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കുമാണ് അദ്ദേഹം കൊടുക്കുന്നത്. സുഖിച്ച് ജീവിക്കുന്നതിനപ്പുറം കുട്ടികൾക്ക് വേണ്ടി, അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി അദ്ദേഹം സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിനെ പറ്റി പറയാൻ. വായിക്കും തോറും അറിയും തോറും നമുക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൂടിക്കൊണ്ടിരിക്കും. ഫുട്ബോൾ കളിക്കാർ ഏറെയും ശരീരത്തിൽ ടാറ്റു ചെയ്യുന്നവരാണ്. എന്നാൽ ഇദ്ദേഹം ടാറ്റു തൻ്റെ ശരീരത്തിൽ ചെയ്യാറില്ല. കാരണം ഇദ്ദേഹം നിരന്തരമായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനാൽ തന്നെ ടാറ്റു ചെയ്താൽ അതിൻ്റേതായ പരിമിതികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ദേഹത്ത് ഇന്നേ വരെ ഒരു ടാറ്റു പോലും ചെയ്തിട്ടില്ല. 2005 ലിവറിൽ പ്രശ്നം ബാധിച്ച അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം റൊണാൾഡോയെ ഒരുപാട് വേദനിപ്പിച്ചു. ചേട്ടനും അതുപോലെ മദ്യപാനിയായിരുന്നു. ചേട്ടൻ്റെ ദുരവസ്ഥ കണ്ട് തൻ്റെ 10ാമത്തെ യൂറോപ്യൻ കപ്പ് നേടുമ്പോൾ താങ്കൾക്കത് ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ചേട്ടനാണ് CR7 എന്ന മ്യൂസിയം ഇപ്പോൾ റൺ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയതും ഇദ്ദേഹമാണ്. അംഗീകാരവും പ്രശസ്തിയും വന്നു ചേരുമ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഇന്നത്തെ തലമുറയിൽ ഇദ്ദേഹത്തിനെ പോലുള്ള മനുഷ്യൻ എല്ലാവർക്കും പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നു എന്നതിലല്ല, നാളെ നമ്മൾ എന്താകുന്നു എന്നതിലാണ് കാര്യം. ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഇദ്ദേഹത്തിന് ഞാൻ മനസ്സാൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.